അമ്മയും മോളും കൂടിയിട്ട് രാവിലെ തന്നെ എന്താ ഈ ഗൂഢാലോചന എന്നല്ലേ. ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയായി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടാവും. ഉണ്ണിയുടെ ഫ്രണ്ട്സ് വരുന്നോട്ട് മാറ്റി വെച്ചാണ് അവസാനം അവന്മാർ വരാതെ ആയതുകൊണ്ട് ഇത്രയും ചോറ് ബാക്കിയായി എന്നുള്ള സങ്കടമാണ് അമ്മയ്ക്ക് കിട്ടും. അത് കേട്ടുകൊണ്ട് ഞാനൊരു ഗ്ലാസ് ചായ ഇടാണ് അമ്മയ്ക്ക് എനിക്കും കൂടിയിട്ട്. ചായ കുടിക്കാനായിട്ട് പുറത്ത് വന്ന് ഈ കോലായിലിരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ തന്നെയാണ്. കല്യാണം കഴിച്ച വീട്ടു പെൺമക്കൾ മിക്കവാറും ചായ കുടിക്കാനിരിക്കുന്നത് ഒന്ന് പുറത്ത് കോലായിലിരിക്കും, അല്ലെങ്കിൽ അടുക്കളയുടെ താഴെയും. അതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണല്ലേ. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വരെയും വീട്ടിലെ ഏക ശത്രു പറയണത് അമ്മ തന്നെയായിരിക്കും. കാരണം പണി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എനിക്ക് എപ്പോഴും വഴക്കായിരിക്കും കേട്ടോ. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഒരു ദിവസം ഇരിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് അമ്മ അമ്മ മിണ്ടാതിരുന്ന് ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ അമ്മ പറയും ആദ്യമൊക്കെ എന്തെങ്കിലും പണി പറയുമ്പോൾ എപ്പം നോക്കിയാലും മെക്കിട്ട് കയറിക്കൊണ്ടേ ഇരിക്കും. ഇപ്പം എന്ത് പറ്റിയെന്ന് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ പണിയും ഞാൻ ഏറ്റെടുത്ത് ചെയ്യാണ് കേട്ടോ. ഇന്ന് അമ്മയും ഉണ്ണി തിരുവനന്തപുരത്തേക്ക് ഉണ്ണി തിരിച്ചു പോകും. അമ്മ ഹോം നേഴ്സിങ്ങിൻ്റെ വർക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. അമ്മ ഇന്ന് തിരിച്ചു പോകും. അപ്പോൾ പോകുമ്പോഴേക്കും സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ അമ്മയുടെ ജോലി ചെയ്തിട്ടെന്ന് വിചാരിച്ച് അടുക്കള ഡ്യൂട്ടി ഞാൻ തന്നെ ഏറ്റെടുത്തു. അപ്പോൾ ഇന്ന് ചിക്കൻ കറി രസമാണ്. എൻ്റെ ആങ്ങളയ്ക്ക് എന്താണെന്നറിയില്ല രസത്തിനോട് ഇത്ര താല്പര്യം. എന്നെ എപ്പോൾ ചോദിച്ചാലും ഞാൻ പറയണത് രസം വയ്ക്കുക. അങ്ങനെ രസവും ചിക്കൻ കറിയും പൈനാപ്പിൾ കുറച്ച് ബാക്കിയായിട്ടുണ്ട്. പിന്നെ ഇവർ പോയി കഴിഞ്ഞ് ഇതൊക്കെ ഞാൻ കെട്ടിപ്പറക്കി കൊണ്ടുപോകേണ്ടി വരും. അതിനേക്കാൾ എല്ലാവരും തിന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി എല്ലാവരും കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഒരാൾ പിണങ്ങി പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. ലെഗ് പീസ് കിട്ടിയില്ല പറഞ്ഞിട്ട്. അങ്ങനെ അവർക്കൊക്കെ കൊടുത്ത് സമാധാനപ്പെടുത്തിയിട്ട് അമ്മയും മക്കളും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ചോറും രസവും ചിക്കൻ കറിയൊക്കെ കൂടി ഞങ്ങൾ അടിപൊളി ലഞ്ച് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.